രാവിലെ തിരക്കേറിയ പ്രചാരണം, ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ. കോളേജ് വിദ്യാർത്ഥിയായ സ്ഥാനാർത്ഥിയുടെ കഥയല്ല പറയുന്നത്. UDF തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്ന മുൻ MLA KS ശബരിനാഥനാണ് ഇന്നലെ പരീക്ഷയ്ക്കായും സമയം കണ്ടെത്തിയത്. അഭിഭാഷകനായി എൻറോൾ ചെയ്തതിന് പിന്നാലെയാണ് KS ശബരിനാഥ് ബാർ കൗൺസിൽ യോഗ്യതാ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചത്. എന്നാൽ പരീക്ഷാ തീയതി വന്നതാകട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ. അതും സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് തേടാൻ കഴിയുന്ന ഞായറാഴ്ച. എന്തായാലും പ്രചാരണത്തിന് 3 മണിക്കൂർ ഇടവേള നൽകി ശബരി പരീക്ഷ എഴുതി. തെരഞ്ഞെടുപ്പിലും പരീക്ഷയിലും ഒരുപോലെ വിജയപ്രതീക്ഷയിലാണ് ശബരി. പരീക്ഷ നേരത്തെ സമയം വന്ന് നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്താണ്. അപ്പോൾ ഇടയ്ക്കുള്ളൊരു 3 മണിക്കൂറായിരുന്നു. പിന്നെ ഈ പരീക്ഷയുടെ ഒരു ഗുണം, ഇതൊരു ഓപ്പൺ ബുക്ക് എക്സാമാണ്. പിന്നെ നമ്മുടെ OMR ഷീറ്റിൽ ഓപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ അത്യാവശ്യം ഒരു ഓർമ്മ വെച്ച് എഴുതിയാലും മതി. പിന്നെ ഓപ്പൺ ബുക്ക് ആയതുകൊണ്ട് ബുക്കിൻ്റെ സഹായത്തോടെ എഴുതാം. അപ്പോൾ എന്തായാലും ഇടയ്ക്കുള്ള ഗ്യാപ്പ് 1 മണി to 4 മണി എന്തായാലും പ്രവർത്തനം നമുക്ക് ഇച്ചിരി മന്ദഗതിക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്ന് രാവിലെ 7 മണി തൊട്ട് വീട് കയറുകയായിരുന്നു ശ്രീ K മുരളീധരനോടൊപ്പം. 11 വരെ വീട് കയറി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇപ്പം 4:30 ഇന്നേരം 5 മണി തൊട്ട് വൈകിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. കഴക്കൂട്ടം സെന്റ് തോമസ് സ്കൂളിലായിരുന്നു ബാർ കൗൺസിൽ പരീക്ഷ. കഴിഞ്ഞ മാസമാണ് അഭിഭാഷകനായി ശബരിനാഥ് എൻറോൾ ചെയ്തത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.